എല്ലാവിധ സഹായ സഹകരണങ്ങളും എപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ശ്രീമതി കെ വിദ്യാജയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എട്ടാമത് വിശ്വയോഗാചരണം പാലക്കാടിന്റെ പ്രിയപ്പെട്ട MP ശ്രീ VK ശ്രീകണ്ഠൻ അവர்களാണ്. അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ ഇവിടെ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അഭാവത്തിനാണെങ്കിൽ അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞുകൊടുക്കുന്നു. കൂടുതൽ വിശദീകരണങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമില്ല. കാരണം ഞങ്ങൾ ക്ഷണിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഡേറ്റ് നോക്കി ഉടനെ വരാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം അധികം വൈകാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദിനാചരണ സഭയിൽ അത്യന്തരിച്ച് ശുദ്ധമാക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ കലാ സാംസ്കാരിക വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ വർഷവും വിശ്വയോഗാചരണത്തിലും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്ര നമ്മളോടൊപ്പം പങ്കുചേർന്നുകൊണ്ടാണ് പരിപാടി നാം അവതരിപ്പിക്കുന്നത്. ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നു. യോഗ ദിനാചരണത്തിന് വേണ്ട പ്രചോദനവും പ്രോത്സാഹനവും നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. നെഹ്റു യുവകേന്ദ്രയുടെ പാലക്കാട് പ്രതിനിധി ശ്രീമതി M കൽപ്പകം അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിത്യജീവിതത്തിൽ യോഗസാധകരായി രാജയോഗത്തിലേക്ക് എവർക്കും എത്താൻ സാധിക്കും. ബ്രഹ്മകുമാരി ഈശ്വരീയ വിദ്യാലയം രാജയോഗത്തെ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ശാന്തി നൽകിക്കൊണ്ടിരിക്കുന്ന വിശ്വവ്യാപിയായ ഒരു യോഗ പ്രസ്ഥാനം പാലക്കാട് എല്ലാവർക്കും സുപരിചിതമാണ്. കൽപ്പാത്തി ശിവജ്യോതി അതിൻ്റെ പാലക്കാട് മലപ്പുറം ജില്ലാ ചുമതലയുള്ള ബ്രഹ്മകുമാരി മീനാഭായ് അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന യോഗ പ്രോട്ടോകോളിൽ സുപ്രധാനമായ ധ്യാനവും സങ്കല്പവും ശാന്തിമന്ത്രവും നമുക്ക് നൽകുന്നത് മീന സിസ്റ്ററാണ്. ഇതോടൊപ്പം ബ്രഹ്മകുമാരീസിന്റെ ഒരുപാട് പ്രവർത്തകർ എടുത്തു പറയാനായിട്ട് DK ഗോപാലകൃഷ്ണൻ അവർ ഇതിന്റെ ചുമതല എല്ലാ കാര്യങ്ങളും നിർവഹിക്കുകയും നമുക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതേപോലെ കവിത സിസ്റ്റർ കൂടാതെ ഒട്ടനവധി പേർ ഈ സാഹചര്യത്തിനായി ഒത്തുചേർന്നിട്ടുണ്ട്. ഈശ്വരീയ വിദ്യാലയത്തിൽ വന്ന എല്ലാ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു. 2015 മുതൽ 2022 വരെയും പാലക്കാട് നടന്ന വിശ്വയോഗാദിനം 8ാമത് വിശ്വയോഗാദിനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മീഡിയ ലൈവ് യൂണിറ്റിന്റെ പങ്ക് പാലക്കാട് ബ്രഹ്മകുമാരി ശിശു വിദ്യാലയത്തിനാണ്. നിസ്വാർത്ഥമായി സേവനമായി ഒരു അനുഗ്രഹമായി കൊണ്ട് ജനങ്ങളും എന്നതിലേക്ക് സന്തോഷപൂർവ്വം പറയുന്നു. ശ്രീ രമേശ് ജൂനിയർ റെഡ് ക്രോസ് പാലക്കാട് ഉപജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം എത്തേണ്ടതാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തിന് സ്വാഗതം നൽകുന്നു. കൂടാതെ ഒട്ടനവധി വിശിഷ്ട വ്യക്തികളുണ്ട്. ശ്രീ M അരവിന്ദാക്ഷൻ രാഷ്ട്രീയ സ്വയംസേവക സംഘം പാലക്കാട് ജില്ലാ സംഘകാലം. അദ്ദേഹം അന്യസാധനങ്ങളിൽ നിന്ന് വിരമിച്ച് യോഗ ജീവിതം സ്വീകരിച്ച വ്യക്തിയാണ്. സംഘത്തിന്റെ ശക്തമായ സഹായവും സഹകരണവും വിശ്വയോഗാചരണത്തിന്റെ വിജയത്തിന് പുറകിൽ ഈ 8 വർഷവും നമുക്കുണ്ടായിട്ടുണ്ട്. സംഘപ്രവർത്തകരെയും സംഘകാല കരകേന്ദ്ര കൃഷ്ണനെയും അതോടൊപ്പം ശ്രീ സോമേട്ടൻ, ശ്രീ സുധീർ, മറ്റ് സംഘപ്രവർത്തകരെല്ലാം വന്നു ചേരാമെന്ന് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഭാനുമതി ജയകൃഷ്ണൻ
ജില്ലാ വൈസ് പ്രസിഡന്റ്, യോഗ പഠിക്കുക പ്രചരിപ്പിക്കുക എന്ന് താല്പര്യം നിലനിർത്തി ശ്രീമതി ഭാനുമതി ജയകൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ സുധാകർ ബാബു ലോകപ്രസിദ്ധനായ പണ്ഡിതാനുഷ്ഠാനത്തിന്റെ പരമാചാര്യ കഥാകൻ സ്വാമികളുടെ ഉത്തമ ശിഷ്യനായ ശ്രീ സുധാകർ ബാബു അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ കുമാർ വ്യാപാര വ്യവസായ സംഘത്തിന്റെ പ്രധാന പ്രവർത്തനായ ഇദ്ദേഹം യോഗ ദിനാചരണ സമിതിയിൽ രക്ഷാധികാരി കൂടിയാണ്. ചെയ്യുന്ന ശ്രീ വിജയകുമാരൻ അവർ ഇതിന്റെ കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പറയാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. 8 വർഷം യോഗ ദിനം നാം വർഷത്തിലൊരിക്കലാണ് കൊണ്ടാടുന്നതെങ്കിൽ പാലക്കാട്ടുകാർ എല്ലാ മാസം 21-ാം തീയതി യോഗ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നട്ടൽ യഥാർത്ഥത്തിലുള്ള എല്ലാ പ്രവർത്തകരും ഡോക്ടർ ഐമർ സാർ യോഗയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് സഹകരിച്ചിട്ടുള്ള സാറിന് സ്വാഗതം നൽകുന്നു. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നഗരസഭാ കൗൺസിലർമാരിൽ പങ്കെടുക്കുന്നില്ല. അവർക്കും മറ്റ് പല സംഘടനകളും ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വിട്ടുപോയിട്ട് ക്ഷമിക്കണം. അവർക്കെല്ലാം സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ യോഗ സാധകർ, പരിശീലകർ, യോഗയെ സ്നേഹിക്കുന്ന ഒട്ടനവധി പേരാണിത്. അവർക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി ആശംസിക്കുവാൻ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും സ്വാഗതം പറയുന്നു. നന്ദി, നമസ്കാരം. സ്റ്റേറ്റ് യോഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തെ കൂടെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും യോഗ ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നതാണ്. ഒരു ചെറിയൊരു സഹകരണം ആവശ്യമാണ്. റെഡ് ക്രോസിന്റെ ഭാഗത്ത് നിന്ന് കുട്ടികൾ യൂണിഫോം ധരിച്ച് കുറച്ച് വന്നത് മാറ്റുള്ളവർക്ക് പായ ഇല്ല എന്നാണ് ചെറിയ അഭിപ്രായം. അതുകൊണ്ട് മാറ്റുള്ളവർക്ക് അവർക്ക് പുറത്തിരിക്കാൻ സാധിക്കും, കുട്ടികൾക്ക് മാറ്റ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് ദയവ് 2 ഭാഗത്ത് ഈ ഹാള് മുഴുവൻ നമുക്ക് തിരിച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നിന്നാൽ നമുക്ക് ഈ പ്രോഗ്രാം ഫോട്ടോസും വീഡിയോസും ഒക്കെ ലൈവൊക്കെ നന്നായിരിക്കും. അതുകൊണ്ട് തിരിച്ചവർ ഒന്ന് ജസ്റ്റ് പായിൽ നിന്ന് 1-2 സൈഡ് അവിടെയൊക്കെ ഗ്യാപ്പാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹോൾ ഫുള്ളായിട്ട് നടന്നിരിക്കും. കുട്ടികളെ കംപ്ലീറ്റ് ഒന്ന് ലൈനിലേക്ക് കയറി വരണം. എല്ലാവരും കിടന്നു കഴിഞ്ഞാൽ ശരീരം മുട്ടാത്ത ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. മാറുന്ന എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളവരൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 2 സൈഡിലേക്ക് കുട്ടികളെല്ലാവരും ഈ ലൈനിൽ കയറി. റെഡ് ക്രോസ് സ്റ്റുഡൻസ് നിങ്ങളെല്ലാവരും ഈ ഫ്രണ്ടിരിക്കുന്ന ആളുകളുടെ ലെഫ്റ്റ്മാരും ബാക്കിലേക്ക് എല്ലാ പായും അവിടെ ഓൾറെഡി ലൈൻ ബാക്കിയുള്ളവർ ആ തിക്കിരിക്കുന്ന നിങ്ങൾക്ക് സ്പേസ് വേണമല്ലോ, ബോഡി സ്പേസ് വേണം. ആ ഡിസ്റ്റൻസിൽ എല്ലാവരും എല്ലാ ഭാഗത്തേക്ക് പിന്നിരിക്കുക. എല്ലാവരും പോകുന്നില്ല. ആ ഫ്രണ്ടിലേക്ക് ഇരിക്കുക, ബാക്കിലേക്ക് ഇരിക്കുക. കൂടെ കയറി എല്ലാവരും ഫുള്ളായിട്ട് ഇരിക്കണം. അവിടെ സ്പേസ് വേണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആസനങ്ങൾ ചെയ്യുമ്പോൾ കിടക്കുന്ന ആസനമുണ്ട്. ആ സ്പേസിൽ ഇരിക്കും. ഇവിടെ യൂണിഫോം സ്റ്റുഡൻസ് എല്ലാവരും നല്ലൊരു വീണ്ടും ശ്രദ്ധിക്കാം. നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ശരീരം മറ്റൊരാളുടെ ശരീരം ടച്ച് ചെയ്യരുത്. ആ ഒന്ന് ഫ്രണ്ടും ബാക്കായിട്ട് ഇരുന്നാലും ഇരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ ഇരുന്ന് കറക്റ്റ് ഫില്ലാക്കി നോക്കട്ടെ. താങ്ക് യു. നമസ്കാരം. 2 സൈഡിലേക്ക് 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 2 സൈഡി
ധ്യാനത്തിലൂടെയും യോഗ ചെയ്യുന്നതിലൂടെയും മാത്രമാണ് ഒരു വ്യക്തിക്കുള്ളിൽ യോഗ്യതകളും ആനന്ദവും ഉണ്ടാകുന്നത്. കുടുംബത്തിലും സമൂഹത്തിലും സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. സർവൈശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ദീപപ്രജ്വലനം ചെയ്യാം. ദീപം കൊളുത്തുന്നതിനായി അമൃത ഹോമിയോ മെഡിക്കൽ MD ശ്രീ KP നന്ദകുമാർ സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ യോഗദിന ആചരണത്തിന്റെ ദീപം കൊളുത്തി എല്ലാവരുടെ മനസ്സിലും യോഗ എന്ന സങ്കല്പം അല്ലെങ്കിൽ വിശിഷ്ടമായിട്ടുള്ള ഒരു ആചരണം നടക്കട്ടെ. ആഹാരം, വിചാരം, വ്യവഹാരം, വാക്ക്, സ്വഭാവം ഇവയിലെല്ലാം ശ്രേഷ്ഠതയും ശുദ്ധിയും സൗന്ദര്യവും ഉണ്ടാകാൻ ധ്യാനവും യോഗവും കൂടിയിരിക്കും. അടുത്തതായി പാലക്കാട് നഗരസഭ അധ്യക്ഷ ശ്രീമതി K. പ്രിയ അജയൻ ഇന്നത്തെ യോഗദിന ആചരണത്തിന് അധ്യക്ഷത വഹിക്കുന്നു. പ്രിയ അജയനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇന്നത്തെ യോഗദിനാചരണത്തിന് അധ്യക്ഷത വഹിക്കാൻ. പാലക്കാട് വിശ്വ യോഗ ദിനാചരണം അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള സാമൂഹ്യ വിശ്വ യോഗ ദിനാചരണം അതിന്റെ മുൻഗണനായി ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചു പറഞ്ഞുള്ള ഡോക്ടർ KP നന്ദകുമാർ അവർ യോഗ ദിന സന്ദേശം നൽകുവാനായി എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുള്ള പാലക്കാട് നഗരസഭയുടെ ഉപാധ്യക്ഷൻ E. കൃഷ്ണദാസ് അവർ, ശ്രീമതി BC ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ യൂത്ത് ഓഫീസർ നെഹ്റു യുവ കേന്ദ്ര പാലക്കാട്, ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം പാലക്കാട് ശ്രീ K. ഗോപാലകൃഷ്ണൻ അവർ, മറ്റും വേദിയിൽ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ബ്രഹ്മകുമാരി മീനാബൻ, ശ്രീ വിജയകുമാരൻ സർ, അരങ്കാശകൻ, കറുപ്പകം, മറ്റും വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള പ്രമുഖ വ്യക്തികൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തർക്കും ഒരു വിനീതമായ നമസ്കാരം. നമ്മൾ എല്ലാവരും ഇന്ന് 8ാമത് യോഗ ദിനമായിട്ടൊന്ന് ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, യോഗ എന്നത് ഒരു ജീവിതചര്യയായി ഇന്ന് മാറിയിരിക്കുകയാണ്. വ്യായാമം മാത്രമല്ല, അതൊരു ജീവിതചര്യയായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഈ ഒരു മഹത്തായ സംഭാവന
ഭാരതം ലോകത്തിന് നൽകിയ ഒരു അമൂല്യമായ ഒരു സംഭാവന. യോഗത്തിന്റെ നേട്ടങ്ങൾ എന്തെന്ന്, യോഗയുടെ നേട്ടങ്ങൾ എന്തെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്ന് യോഗയാണ്. കാരണം ഭാരതത്തിലെ ആരാധനായ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കൊടുക്കുകയും യോഗ എന്നതിന്റെ നേട്ടങ്ങളെ കുറിച്ച് ലോകത്ത് തന്നെ പ്രചരണം നൽകണം എന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു ദിനാചരണം നടത്താനുണ്ടായി. നമുക്കറിയാം, യോഗ എന്നത് ഒരു ജസ്റ്റ് ഒരു പ്രാക്ടീസ് മാത്രമല്ല, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ റെജനുവേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു യോഗ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയത് ഒരുപക്ഷെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിച്ചതും ചെറിയ രീതിയിലുള്ള യോഗ പരിശീലനം അല്ലെങ്കിൽ അഭ്യാസത്തിലൂടെ മാത്രമായത്. കാരണം 2 വർഷക്കാലമായി ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ തൊട്ട വീട്ടിൽ പോലും നമുക്ക് പോകാൻ സാധിക്കാത്ത അത്രയും ഒരു കോവിഡ് എന്ന മഹാമാരി നമ്മളെല്ലാം കവർന്നെടുക്കുകയും അത്തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദം പോലും നമുക്ക് വളരെ ലഘുവായ രീതിയിൽ മാറ്റുവാൻ സാധിച്ചതും ഇത്തരത്തിലുള്ള യോഗയിലൂടെ തന്നെയാണ്. തീർച്ചയായിട്ടും മൈൻഡും അതുപോലെ ശരീരത്തിനും എല്ലാം ഒരുപോലെ റെജനറേറ്റ് ചെയ്യാൻ യോഗയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർക്കാനുള്ളത് നാണമ്മ എന്ന് പറയുന്ന നമ്മുടെ യോഗ മുത്തശ്ശിയെ തന്നെയാണ്. കാരണം അവരുടെ 45 വർഷത്തിനിടയ്ക്ക് 1 കോടി ആളുകൾക്കാണ് യോഗ എന്നുള്ള ഒരു മഹത്തായ ഈ ഒരു പ്രക്രിയയെ ലോകത്തിന് എമ്പാടും പരിചയപ്പെടുത്തുകയും അവസാനം 2018 ലോകം അല്ലെങ്കിൽ നമ്മുടെ ഭാരതം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. തീർച്ചയായും അവരെ സ്മരിച്ചുകൊണ്ടാവണം നമ്മുടെ ഇന്നത്തെ ഈ യോഗ ദിനാചരണം നമ്മൾ നടത്തേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ ആചരിക്കുന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി യോഗ ദിന ആശംസകൾ ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രിയാജി. അടുത്തതായി ഭാരതത്തിന്റെ പൗരാണിക സംസ്കാരം യോഗയിലും ധ്യാനത്തിലും അധിഷ്ഠിതമാണ്. ഈ നിത്യസാധന നമുക്ക് ഏവർക്കും കർമ്മകുശലതയും പരിപക്വമായ ജീവിതശൈലി ഉണ്ടാകും. യോഗവും ധ്യാനവും വളരെ ഉയർന്ന പോസിറ്റീവായ ഊർജ തരംഗങ്ങൾ സൃഷ്ടിക്കലാണ്. നമുക്ക് പഠിക്കാം യോഗ ധ്യാനം. ഒരു ജീവിതത്തെ സാത്വികവും സന്തോഷപ്രദവുമാക്കാൻ യോഗദിന സന്ദേശം നൽകുന്നു ഡോക്ടർ KP നന്ദു മാസ്റ്റർ. സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. പറഞ്ഞതുപോലെ കോവിഡിന്റെ കാലഘട്ടത്തിൽ യോഗ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളെ കുറിച്ച് അദ്ദേഹം പറയും. കാരണം ഒറ്റപ്പെടുകയും മാനസികവും ശാരീരികമായി ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന അവസരത്തിൽ അതിൽ നിന്ന് ഉയർന്ന പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്താൻ മനുഷ്യരാശിക്ക് യോഗയോട് സാധിച്ചു എന്നത് തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ടായിരുന്നതാണ് സത്യം. ഇതിനെക്കുറിച്ചുള്ള സാക്ഷ്യമായ പഠനങ്ങൾ നടക്കുകയും ഇതെല്ലാം WHO എത്തുകയൊക്കെ ചെയ്തിട്ട് അടിസ്ഥാനത്താണ് അദ്ദേഹം ഇങ്ങനെ പ്രസ്താവന നടത്തി. ഈ WHO എന്ന ഓർഗനൈസേഷൻ 1948 ഉണ്ടായപ്പോൾ അന്ന് എന്താണ് ആരോഗ്യം എന്നതിനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, എന്ത് ആർട്ടിസ്റ്റ് എന്നതിനെ കുറിച്ച് പലതരം വ്യാഖ്യാനങ്ങൾ വന്നു. Health is a complete mental, physical and social well-being and not mere absence of disease. എന്നാണ് ആദ്യം കൊടുത്ത ഡെഫിനിഷൻ. 3 കാര്യങ്ങളാണ്: മാനസികം, ശാരീരികം, സാമൂഹികം. പിന്നീട് ഇപ്പോഴത്തെ ഡെഫിനിഷൻ നിങ്ങൾ എടുത്ത് ഒരു കാര്യം കൂടെ ഇതിലേക്ക് ആയിരിക്കുന്നത് സ്പിരിച്വൽ എന്നുള്ളതാണ്. അതായത് ആധ്യാത്മിക. ആധ്യാത്മികത എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും വീട്ടിൽ പ്രാർത്ഥിക്കുന്ന അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ നമ്മളെ തിരിച്ചറിയുന്ന ഒരു ആധ്യാത്മികമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു പ്രാക്ടീസ്. യോഗയ്ക്ക് ഈ
ഒരു മാർഗമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. അത് യോഗയാണ്. സ്വാമി പരമഹംസ യോഗാനന്ദ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പലവട്ടം ഇത് എടുത്തു പറഞ്ഞു. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം, സമയത്തിന് കൊണ്ടുപോകും. ഇന്നിപ്പോ നമ്മളിവിടെ പലരും ഇരിക്കുന്നത് തന്നെ പത്മാസനത്തിലാണ്. ചിലർ പത്മാസനത്തിലുണ്ട്, ചിലർ പൂർണ്ണ പത്മാസനത്തിലുണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പത്മം താമരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സൃഷ്ടിയുടെ അല്ലെങ്കിൽ എവല്യൂഷന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ താമരയെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സൃഷ്ടാവായ ബ്രഹ്മാവ് താമരയിൽ ഇരിക്കുന്ന ഒരു സങ്കല്പം തന്നെ നമുക്കുള്ളത്. എന്താണ് താമരയുടെ പ്രത്യേകത? ചെളിയിൽ നിന്ന് വളർന്ന് വെള്ളത്തിൽ ഉള്ളിൽ കൂടെ വളർന്ന് അത് എന്തിനെ ലക്ഷ്യമാക്കിയാണ് വളരുന്നത്? സൂര്യനെ ലക്ഷ്യമാക്കിയാണ് വളരുന്നത്. വളർന്ന് വെള്ളത്തിന്റെ മുകളിലെത്തുമ്പോൾ സൗന്ദര്യമുള്ള, ആരും ശ്രദ്ധിക്കുന്ന, എല്ലാവർക്കും മനസ്സിനും കണ്ണിനും കൗതുകം നൽകുന്ന ഒരു പുഷ്പമായി മാറുന്നു. ശാരീരികമായിട്ട് നമുക്ക് പത്മാസനം കൊണ്ട് പല ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെ ഏറ്റവും നല്ല ഒരു യോഗ പ്രാക്ടീസാണ്. നമ്മുടെ അസിമിലേഷൻ, അബ്സോർപ്ഷൻ, നമ്മുടെ ശരീരത്തിലേക്കുള്ള പോഷകങ്ങളുടെയും എല്ലാം അബ്സോർപ്ഷൻ വളരെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു യോഗയാണ്. നമ്മുടെ അതിനോടൊപ്പം നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശങ്ങളുടെയും താളാത്മകമായ ഒരു പ്രവർത്തനം അത് കൊണ്ടുവരുന്നു. ഒപ്പം മനസ്സിൽ വേണ്ടാത്ത ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് സച്ചിന്തകൾക്കുള്ള ഒരു സ്പേസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതാണ് പത്മാസനത്തിനെ കുറിച്ചുള്ള ഒരു പഠനം. പക്ഷേ ഇവിടെ നമ്മൾ ഈ പത്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം, സംസ്കൃതത്തിൽ ഒരു വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്. വെള്ളത്തിന് മുകളിലെത്തി ഈ സുന്ദരിയായ ഒരു പൂവായി മാറുമ്പോൾ ഇത്രയും നാൾ വെള്ളത്തിൽ തന്നെ ജീവിച്ച ഈ താമരയ്ക്ക്, ആ താമരമുട്ടിൽ, ആ താമരയുടെ ഇലകളിൽ, അതിന്റെ ഇതളിൽ നമ്മൾ വെള്ളം കോരി വെച്ചാൽ ആ വെള്ളം അവിടെ നിൽക്കില്ല, ആ വെള്ളം ഒഴുകിപ്പോകും. അതായത് ഇത് ഈ നമ്മുടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഇടയിൽ വളർന്ന് നമ്മൾ പിന്നീട് ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു യോഗം. അതാണ് പത്മാസനം അല്ലെങ്കിൽ പത്മാസനം എന്നുള്ള ആ യോഗയുടെ ഒരു സ്പിരിച്വൽ സൈഡ്. അതുകൊണ്ടാണ് യോഗികളെല്ലാം തന്നെ തപസ്സിക്കുന്ന ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് പത്മാസനമാണ്. ഇതുപോലെ എല്ലാ യോഗ പോസ്റ്റേഴ്സും അതിൻ്റെതായ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ എക്സ്പ്ലനേഷൻസ് നമുക്കുണ്ട്. അധികം പ്രസംഗിക്കുന്നില്ല. ഇന്നിവിടെ വരാനും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന്റെ രഘുനാഥനായ പ്രഭാരൻ സാറിനും ശ്രീ വിജയകുമാർ, യോഗ അസോസിയേഷന്റെ മറ്റ് ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഋഗ്വേദത്തിലെ ഒരു പ്രശസ്തമായ പ്രാർത്ഥനയുണ്ട്. ശതോ വർദ്ധമാന ശതമൂ ശതം ഹേമന്ത ശതം ഇന്ദ്രാഗ്നി സഹിത ബൃഹസ്പതി സതായുഷാ ശൈവം പുനർദു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ദ്രന്റെയും അഗ്നിയുടെയും എല്ലാവരോടുകൂടി 100 വർഷങ്ങളോളം ആയുസ്സും ആരോഗ്യവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇത് കരസ്ഥമാക്കിയ 2 കുട്ടികളാണ് നിൽക്കുന്നത്. ഒന്ന് ഐശ്വര്യ, സ്റ്റുഡന്റ്, ശില്പ, രണ്ടുപേരും ചേച്ചി അനിയത്തിയാണ്. ഐശ്വര്യ ഓംകാരാസനം എന്നൊരു വളരെ പ്രസിദ്ധമായ ഓംകാരാസനം. ആ ആസനം ഏറ്റവും കൂടുതൽ സമയം നിന്നതിന്റെ റെക്കോർഡ് ഭേദിച്ച് സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ശില്പ ഏറ്റവും കൂടുതൽ ഈ സിറ്റപ്പ് എന്ന് പറയുന്ന സംഭവം യോഗ ഭാഷയൊക്കെ പറഞ്ഞ ജാനുസന്ധി വ്യായാമം ഏറ്റവും കൂടുതൽ സമയം 1 മിനിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അത് ഭേദിച്ചുകൊണ്ട് ഈ 2 പേരും ഈ റെക്കോർഡ്, ഒരാൾ സ്ഥിരസ്ഥിതിയിലും ഒരാൾ ഈ മൂവ്മെന്റ്സിലും റെക്കോർഡ് ഭേദിച്ചാലാണ് അവരതൊന്ന് ജസ്റ്റ് നമ്മുടെ മുന്നിൽ കാണും. 1 മിനിറ്റ് സമയം.
കുമാരി ശില്പയ്ക്ക്, കുമാരി ഐശ്വര്യയ്ക്ക് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ഈശ്വരീയ ഉപഹാരം നൽകുന്നു ബ്രഹ്മകുമാരി മീനാജി. നന്ദി നന്ദകുമാർ സർ. അടുത്തതായി തിരക്ക് പിടിച്ച ജീവിതവും മോഡേൺ ജീവിതശൈലി ഓരോ വ്യക്തിയുടെയും മനസ്സിനെ സംഘർഷഭരിതമാക്കിയിരിക്കുന്നു. ഇതിൽ നിന്നുള്ള ഒരു മോചന ധ്യാനവും പ്രദാനം ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും യോഗവും ധ്യാനവും സാധ്യമാകട്ടെ എന്നതിന് യോഗദിന ആശംസ നൽകുന്നതിനായി പാലക്കാട് നെഹ്റു യുവകേന്ദ്രയിൽ നിന്ന് റെപ്രസെന്റേറ്റീവായി ശ്രീമതി എൻ കർപ്പക മാഡം എത്തിയിട്ടുണ്ട്. മാഡത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു ആശംസകൾ നേരുന്നതിനായി. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിയിടാൻ ഓരോരുത്തർ എല്ലാവർക്കും ആശംസ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച വിവിധ സംഘടനകളിൽ നിന്ന് ഒരുപാട് ദിവസങ്ങളെ 2-3 മാസമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നെഹ്റു വേദിയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഇന്ന് വിശ്വയോഗ ദിനാചരണത്തിന് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും കൃതജ്ഞത പറയുന്നതിനായി പാലക്കാട് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഗോപാലകൃഷ്ണൻ സഹോദരനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ശാന്തി. ഇന്ന് നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. 8ാമത് വിശ്വ യോഗ ദിനം ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഇതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള യോഗ ആരംഭിക്കും. ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് തയ്യാറാക്കുകയും അതുപോലെ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്തു തന്ന ശ്രീ കെ പി നന്ദകുമാർ, അതുപോലെ തന്നെ നഗരസഭാ ചെയർപേഴ്സൺ കെ പ്രിയ അജയൻ, അതുപോലെ തന്നെ നെഹ്റു യുവകേന്ദ്രയുടെ ശ്രീമതി കർപ്പകം, അതുപോലെ തന്നെ മിസ്റ്റർ അരവിന്ദാക്ഷൻ, ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി മീനാജി, അതുപോലെ തന്നെ കൈമൻ സാർ, അതുപോലെ തന്നെ തപോപരിഷ്ടാശ്രമത്തിലെ സുധാകരൻ ബ്രദർ എന്നിങ്ങനെ വിശിഷ്ട വ്യക്തികൾ വന്നു ചേരുകയും അതുപോലെ നമുക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് യോഗ ചെയ്യിപ്പിക്കാനായിട്ട് യോഗാചാര്യൻ ശ്രീ വിജയ് കുമാർജി, അതുപോലെ പാലക്കാട് യോഗ അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ടുള്ള പ്രഭാകരൻ സാർ, അതുപോലെ തന്നെ വിശ്വ യോഗാ ദിന ആചരണ സമിതിയിലെ അനേക അംഗങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മൾ എല്ലാവരും, അതുപോലെ നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സൗജന്യമായി ഈ മണ്ഡപം നൽകിയ ഈ മണ്ഡപത്തിൻ്റെ ഓണർ, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തരാനായിട്ട് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ വോളണ്ടിയേഴ്സിനും വളരെയധികം നന്ദിയോടെ കൃതജ്ഞതയോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം ശാന്തി. അടുത്തത് യോഗ പ്രോട്ടോകോൾ അനുസരിച്ച്
യോഗ പ്രാക്ടീസാണ്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്നവരെല്ലാവർക്കും എഴുന്നേറ്റ് മുൻവശത്ത് തന്നെ മുൻവശത്ത് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്തതായി ഇന്ത്യ ഹരിയാനയിൽ അന്തർദേശീയ പരിപാടി മെയ് മണ്ഡലത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ ഡി അതുൽ രാജിന്റെ പ്രദർശനമാണ്. അതുൽ രാജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതും 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. യോഗയിൽ നാഷണൽ ലെവലിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ജില്ലാ സ്റ്റേറ്റ് നാഷണൽ ലെവലിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ കേലോ ഇന്ത്യ എന്ന് പറയുന്ന വലിയ പ്രോഗ്രാം നടന്നിരുന്നു ഹരിയാന വെച്ച്. അതില് ഒരുപാട് കായിക കളരിയിലെ മെയ് വഴക്കത്തില് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അതുൽ രാജ്. അപ്പോൾ ആ കുട്ടി അവിടെ മുഴുവൻ കാര്യം കൂടെ കാണിക്കാൻ ചെറിയ പ്രയാസമുണ്ട്. കാരണം അവർ തിരിച്ചറിയാത്ത അതുപോലത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ചില കാര്യങ്ങൾ അടുപ്പെട്ട ചില കാര്യങ്ങൾ കാണിക്കും. നമുക്കത് കാണാൻ വേണ്ടി മാത്രം. അതുപോലെ ക്ഷണിക്കാം. പ്രോട്ടോകോൾ അനുസരിച്ച കാര്യങ്ങളിലേക്ക് പോകുന്നു. സ്റ്റേജിൽ അതുൽ രാജിനെ ബ്രഹ്മകുമാരി ശിശു വിശ്വവിദ്യാലയത്തിന്റെ പേരിൽ ബ്രഹ്മകുമാരി മീനാക്ഷി ഈശ്വരി ഉപഹാരം നൽകുന്നതായിരിക്കും. വിശ്വ യോഗ ദിനാചരണത്തിൽ നമുക്ക് ഏവർക്കും യോഗ പ്രോട്ടോകോൾ അനുസരിച്ച് പരിശീലനം ചെയ്തിട്ടുള്ള യോഗ വിജയകുമാരൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരും ഇരിക്കാനുള്ള സ്പേസ് എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പൊ സ്റ്റേജിലുള്ളവരാണ് നമ്മുടെ മുമ്പിൽ മോഡലായിട്ടുള്ളത്. ഇവർ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അപ്പോൾ എവിടേക്ക് നോക്കാം അതേപോലെ നമ്മൾ ചെയ്യും. എല്ലാത്തിനെയും പേരുകൾ പറയുന്നത്. അപ്പൊ എല്ലാവരും ചിന്മുദ്രയിൽ നിവർത്തിരിക്കാം. ആദ്യം ധ്യാനസ്ഥിതി. Close your eyes. ഒരു ഡീപ് ബ്രീത്ത് എടുക്കണം. കേട്ടോ? പിന്നെ പൂരകം എന്ന് പറഞ്ഞാൽ ശ്വാസത്തിലേക്ക്, രേചനം എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക്. കണ്ണടച്ച് നിവർത്തിരുന്നു. ഇതാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ചൂണ്ടുവിരലും പെരുവിരലിന്റെയും അഗ്രഭാഗങ്ങൾ ചേർത്ത് മറ്റു 3 വിരലുകൾ നിവർത്തി കണ്ണുകൾ സാവധാനം അടച്ച് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പൂരകം
ശരീരത്തോട് ചേർത്ത് വെക്കുക. ഓം സംഗസത്വം സംവദത്വം. ഓം സംഗസത്വം സംവദത്വം. സംഭോ മനാംസി ജാനതാം. ഓം മനാംസി ജാനതാം. ദേവോ ഭാഗം യഥാ പൂർവേ. ഭാഗം യഥാ പൂർവേ. സഞ്ചാരാണാം ഉപാസത്തെ. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും ബാക്കിലേക്ക് ബന്ധിക്കുക. ശ്വാസം വിട്ട് മുന്നിലേക്ക് നമസ്കരിക്കുക. നമ്മുടെ നെറ്റി ഭൂമിയെ തൊടുന്നു. പതുക്കെ നിവർന്നിരിക്കുക. രണ്ട് കൈകളും നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ആ കൈകളുടെ കൊണ്ട് നിങ്ങളുടെ കണ്ണിന് താഴെയും മുഖപേശികളിലും എല്ലാം തടവി കൊടുക്കുക. കണ്ണു തുറന്ന് കൈകളിൽ. ഇനി എല്ലാവരും രണ്ട് കൈകളും കാലിന്റെ മുന്നിൽ വെച്ച് നിവർന്നിരിക്കുക. ശരീരത്തിലെ പ്രാധാന്യമുള്ള 4 സന്ധികൾക്കുള്ള വ്യായാമം, സൂക്ഷ്മ വ്യായാമം എന്ന് പറയുന്നത്. അതിലാദ്യം ഗ്രീവസന്ധി, മീൻസ് നെക്ക് ജോയിന്റ്. ആദ്യം നിങ്ങളുടെ ചിൻ മുകളിലേക്ക് താഴേക്ക് മാത്രം പ്രവർത്തിക്കുക. ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോൾ മുകളിലേക്ക്, ശ്വാസം വിടുമ്പോൾ താഴേക്ക്. പറയുന്ന താളത്തിൽ വേദിയിലുള്ളവരെ നോക്കുമ്പോൾ അവരുടെ വലത് ഭാഗം ഇങ്ങോട്ടും നിങ്ങളുടെ വലത് ഭാഗം ഇങ്ങോട്ടും. അപ്പൊ അവരവരുടെ വലത് സൈഡിൽ തുടങ്ങുക. പൂരകം രേചകം. അടുത്ത പൂരകത്തിലും സെന്ററിലേക്ക് വരിക. രേചകത്തിൽ ഇടത് ഭാഗത്ത്, പൂരകം സെന്ററിലേക്ക്. അടുത്ത പൂരകത്ത് രേചകത്തില് വലത് ഭാഗത്ത് കഴുത്ത് തിരിക്കുക. രേചകം തിരിക്കുക, സെന്ററിലേക്ക് വരാം. രേചകം. ഇനി പതുക്കെ ഇടത് ഭാഗത്തേക്ക്. പൂരകം രേചകം. പൂരകം. ഇനി ഞാൻ രേചകം പറയുമ്പോൾ നിങ്ങളുടെ ചിൻ ഡൗൺ ചെയ്യും. രേചകം. ഇനി നമ്മുടെ വലത് ഭാഗത്ത് കൂടെ കഴുത്തിനെ ഒരു വൃത്തം പൂർത്തീകരിക്കുക. പൂരകം. തിരിച്ചു വരുമ്പോൾ രേചകം. അതിനെ പൂരകം. എല്ലാവരും എണീക്കുക. അടുത്തത് സ്കന്ധസന്ധി. എല്ലാവരും എണീക്കുക. കാലുകൾ പൂർണ്ണമായും ചേർത്തിരിക്കുക. രണ്ട് കൈകളും മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തി സൈഡിലൂടെ വരും കേട്ടോ. ഒപ്പം ചെയ്യാം. റെഡി? പൂരകം. സൈഡ് രേചകം. ആവർത്തിക്കണം. പൂരകം രേചകം. പൂരകം രേചകം. ഇത് നേരെ സൈഡിലൂടെ മുകളിലേക്ക്, മുന്നിലൂടെ താഴെ. പൂരകം രേചകം. പൂരകം രേചകം. പൂരകം രേചകം. അടുത്ത രണ്ട് കാലുകൾ ഒരു ഫീറ്റാണ്. ഇനി കടീസന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് ജോയിന്റ്, ഹിപ്പ് റൗണ്ട് കേട്ടല്ലോ. അപ്പൊ കൈ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആദ്യം നിങ്ങളുടെ വലത് ഭാഗത്തേക്ക്. അപ്പൊ കൈകൾ വലത് ഭാഗത്തേക്ക് തിരിയുമ്പോൾ നിങ്ങൾ ഇടത് കൈ പോസ്റ്ററിലാണ്. അതേപോലെ രണ്ട് സാധനം നന്നായി കാൽ ചെയ്യാൻ പാടില്ല. ആയിരത്തിൽ ഉൾഭാഗം മാത്രം. പൂരകം രേചകം. പൂരകം പൂർണ്ണമായി. രേചകം. പൂരകം രേചകം. പൂരകം രേചകം. പൂരകം. സ്റ്റോപ്പ് ചെയ്യൂ. 5 റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിത്യവും ചെയ്യുന്നത് 5 റൗണ്ട് ചെയ്യാം. കഴുത്ത്, രണ്ട് ചുമൽഭാഗം, അരട്ട്. എല്ലാ സന്ധികളെയും ശക്തി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓരോ സന്ധികളും നമ്മുടെ ശരീരത്തിലെ സന്ധികളുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അങ്ങനെ ചലിപ്പിക്കണം. അത് ചലിപ്പിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് വളരെ അനുഭവിക്കുന്നത്. ഇനി ജാൻ സന്ധി ശക്തിക, മീൻസ് കാലിന്റെ മുട്ടുകളുണ്ട്.
അപ്പൊ 2 കൈ ഇങ്ങനെ വരും. അപ്പൊ ശ്വാസം എടുക്കണം. ഒന്ന് ബെൻഡ് ചെയ്യുമ്പോൾ ശ്വാസം. അത് ആവർത്തിക്കും. പൂരകം രേചകം പൂരകം രേചകം പൂരകം. മുട്ടിൽ കഠിനമായ വേദനകൾ അത് ഒഴിവാക്കാം. മുട്ടുവേദനകൾ സ്ഥിരം അത് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത് മാറി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. 15 പ്രസിദ്ധരായ യോഗാചാര്യന്മാർ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ അത് കൃത്യമായി കഴിക്കുക. ആദ്യം കഴുത്ത്, അതേപോലെ തന്നെ നമ്മുടെ ചുമല, ഷോൾഡർ, അതേപോലെ തന്നെ ഹിപ്പ്, ഈ 4 പ്രധാന സന്ധികൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ യോഗാസനങ്ങളിലേക്ക് ആദ്യം നിന്നുകൊണ്ടുള്ള ആസനങ്ങൾ പരിശീലിക്കും. എല്ലാവരും കൈയും കാര്യം കുത്തിച്ചേർന്നിരിക്കുക. കൈ ചുമലിലേക്ക് ഉണ്ടാകും. ഇവിടെ നോക്കിയപ്പോൾ വളരെ ശ്രദ്ധിക്കുക. റെഡി? പൂരകം രേചകം. അടുത്ത 2 കാലുകളും ഒരു ഫീറ്റാണ്. ഇനി കടി സന്ധി, ഹിപ്പ് ജോയിൻ, ഹിപ്പ് റൗണ്ട്. കേട്ടല്ലോ? അപ്പൊ കൈ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആദ്യം നിങ്ങളുടെ വലത് ഭാഗത്തേക്ക്, അപ്പൊ കൈ ഇങ്ങനെ വലത് ഭാഗത്തേക്ക് തിരിയുമ്പോൾ നിങ്ങൾ ഇടത് കൈക്ക് കൊടുക്കണം. രേചകം പൂരകം പൂർണ്ണമായി. രേചകം പൂരകം രേചകം പൂരകം രേചകം പൂരകം. 5 റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിത്യവും ചെയ്യുന്നത് 5 റൗണ്ട് ചെയ്യാം. കഴുത്ത്, 2 ചുമൽ ഭാഗം, 2 കാലിന്റെ ഹീലും ബട്ടൺ വെച്ച് കറക്റ്റ് ആയിട്ട് നിവർന്നിരിക്കുക. 2 കൈ കാലിന്റെ മുന്നിൽ കമിഴ്ത്തി വെക്കുക. സ്റ്റംപ് വയറിന്റെ ഭാഗം ഉള്ളിലേക്കും അതേപോലെ നമ്മുടെ നെഞ്ചിൽ കൂടെ ഉയർന്നും കണ്ണടച്ച് മുഖം ശാന്തമാക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ബ്രീത്ത്. രേചകം. പതുക്കെ കാലിന്റെ മുട്ടുകൾ വീണ്ടും നല്ല പോലെ അകറ്റുക. കാലിന്റെ മുട്ടുകൾ ഫുൾ 2.5 ഫീറ്റ് 2 അടി അകറ്റുക. ഊർദ്ധമണ്ടുകം സാധിക്കാത്തവർ അങ്ങനെ ഇരിക്കും. ഊർദ്ധമണ്ടുകം ഉയർന്ന തവണ 2 കൈ മുകളിലേക്ക് ക്രോസ് ചെയ്യൂ. എൽബോ ബെൻഡ് ചെയ്യുക. 2 കൈപ്പത്തികളും ഷോൾഡർ ബോൺസിൽ പിടിക്കാം. നിങ്ങളുടെ താടി മുറിക്കും. കണ്ണടയും. ബ്രീത്ത് ശ്രദ്ധിക്കും. ഊർദ്ധമണ്ടുകം. കഴുത്ത് വേദനയോ ചുമൽ വേദനയോ ഉണ്ടാവില്ല കേട്ടോ. തിരിച്ചു വരും. പൂരകം. നല്ല കൈ. രേചകം. കൈ പുറത്ത് വയ്ക്കാം. കൈ കാലുകൾ ചേർത്ത് എന്നിട്ട് ഓരോ കാലുകളും നിവർത്തി വയ്ക്കും. പൂരകം. ഫ്രണ്ടിലേക്ക് കൈ ഉയർത്തി, വലതിലേക്ക് ഉയർത്തിയിട്ട് മുന്നോട്ട് ചെയ്യാം. രേചകം. അടുത്തത് പൂരകത്തിന്റെ ഇടത് കൈ രേചകം. ഓരോ സ്റ്റെപ്പിലും പ്രാണായാമം. യോഗാസനം എന്ന് പറഞ്ഞാൽ പ്രാണായാമം ചേർന്നതാണ്. പ്രാണായാമത്തിലെങ്കിൽ ഇത് ഒരു വ്യായാമ പദ്ധതിയാണ്. നിങ്ങളുടെ കൈ പൊങ്ങണമെങ്കിലും പ്രാണായാമം, കൈ താഴണം. ഞാൻ ഒപ്പം പറയാം. എല്ലാവർക്കും ഒപ്പം ചെയ്യാം. പൂരകം. 1 2 3 4 5. രേചകം. ഇനി കൈ നേരെ തുടക്കടിയിരിക്കും. കൈയുടെ തുടക്കടി താഴെ ആരും ചെയ്യണ്ട. സ്റ്റേജിൽ മാത്രം നോക്കാം. ഒന്ന് കാണിച്ച് ശരഭാസനം കണ്ടോ. 2 കാലം ഒപ്പം ഉയർത്തും. അധികം സമയം ഇരിക്കാൻ പറ്റില്ല. 2 കാലം ഒപ്പം. പൂരകം. 1 2 3 4 5. രേചകം. ഇതെല്ലാവരും കൈയ്യിൽ ഷോൾഡർ വയ്ക്കാം. നിങ്ങൾ താഴെ കൈയിൽ വയ്ക്കാം. കാലിന്റെ സൈഡിലേക്ക്, ഹീൽസ് ഉള്ളിലേക്ക്. നിങ്ങൾ 2 ടോസ് പുറത്തേക്ക്, ഹീൽസ് ഉള്ളിലേക്ക്. ഇതാണ് മകരാസനം. കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള 3 യോഗാസനം മകരാസനം. അടുത്തത് സ്റ്റേജിലുള്ളവർ മാത്രം, വലതുള്ളവർ സ്റ്റേജിലുള്ളവർ മാത്രം. 2 3 4 5. കംപ്ലീറ്റ് കാല് ഡൗൺ ചെയ്യും. മുഴുവൻ 2 കാലുകളും നിലത്ത് വെച്ച് കിടക്കും. ഇത് ഉത്താന പാദാസനം. ഇതൊക്കെ വയറിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അടുത്ത അർത്ഥഹലാസനം. 2 കാലും 90 ഡിഗ്രി. പൂരകം. 1 2 3 4 5. ശ്വാസം വിട്ട് കാൽമുട്ട് മടക്കും. പവനമുക്താസനം. 2 കൈ കൊണ്ട് മുട്ടിന് താഴെ ലോക്ക് ചെയ്യും. ഇനി ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. ശ്വാസം വിട്ട് താടി കാൽമുട്ടിൽ മുട്ടിക്കും.
രേചകം 1 2 3 4 5. പതുക്കെ തിരിച്ചു വരും. ശ്വാസം എടുത്തുകൊണ്ട് കാല് മുകളിലേക്ക് ഉയർത്തും. പതുക്കെ കാലുകൾ താഴെ വയ്ക്കുക. ശവാസനം. കംപ്ലീറ്റ് ബോഡി തളർത്തിയിടുക. പാദം മുതൽ ശിരസ് വരെ ബോഡി ലൂസാക്കിയിടും. ഇതേപോലെ ഇടത് ഭാഗം പൂരകം. ഇടതുകാൽ പത്തി 90 ഡിഗ്രി. കൈ തിരിയരുത്, കൈ തിരിയാൻ പാടില്ല. ഇനി നേരെ ഇടത് കൈ ഡൗൺ. രജകം. വലത് കൈയിലേക്ക് നോക്കാം. വലത് കൈയിലേക്ക് നോക്കും. കൈയിന്റെ വെള്ളഭാഗം കാണും. പതുക്കെ തിരിച്ചു വരാം. പൂരകം. കാൽപ്പത്തിൻ തിരിക്കണം. രേചകം. ഇനി രണ്ട് കാലുകളും പതുക്കെ കൂട്ടിച്ചേർക്കുക. ത്രികോണാസനം. 5 യോഗാസനങ്ങളാണ് നിന്നുകൊണ്ടുള്ളത്. ഇനി വൃക്ഷാസനം. ഒറ്റക്കാലിലാണ്. എല്ലാവരും വലത് കാലെടുത്തിട്ട് ഇടത് കാലിന്റെ തുടയ്ക്കുള്ളിൽ മടമ്പ് ഹീല് മുകളിലും കാലിന്റെ വിരലുകൾ താഴേക്കും. സ്റ്റെപ്പ് 1. വലത് കാല് വീഴരുത്. വീഴുന്ന എല്ലാവരും സ്റ്റേജിലേക്ക് നോക്കിക്കോളൂ. ഇവിടെ ആ സ്റ്റേജിലേക്ക് ഏതെങ്കിലും ഒരു ചിഹ്നത്തിലേക്ക് അങ്ങനെ നോക്കി നിന്നാൽ മതി. കണ്ണടക്കരുത്. ഇനി രണ്ട് കൈയും സൈഡിലൂടെ മുകളിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് കൈവെള്ളം ചേർത്ത് അവിടെ നിൽക്കാം. 1 2 3 4 5 6 7 8 9 10. പതുക്കെ ശ്വാസം വിട്ട് കൈ മാത്രം തിരിച്ച് കൈ മെല്ലെ ശ്വാസം വിട്ട് കംപ്ലീറ്റ് ഡൗൺ. വലതുകാല് സാവധാനം ഇറക്കി താഴെ വെക്കുക. ഉടനെ അതിനെ പാരലായിട്ട് ഇടതുകാല് കയറ്റി വെക്കുക. ഇടതുകാല് കയറ്റി വെച്ചു. രണ്ട് കൈകളും സൈഡിലൂടെ വീണ്ടും മുകളിലേക്ക്. പൂരകം. അവിടെ ക്ലോസ് ചെയ്ത് അവിടെ നിർത്തൂ. 1 2 3 4 5 6 7 8 9 10. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ ഒപ്പം കൊണ്ടുവരിക. ഷോൾഡറിൽ തിരിക്കുക. വീണ്ടും ഇനി ഇടതുകാല് പതുക്കെ ഇറക്കി വയ്ക്കുക. ഇനി നമ്മൾ സമതല സ്ഥിതി എന്ന് പറഞ്ഞാൽ നിരത്തിയിരിക്കണം. കാല് ചേർത്ത് വയ്ക്കും. മെല്ലെ ഇരിക്കുക. കാല് മുന്നോട്ട് നീട്ടുക. ഇനി ഇരുന്നു കൊണ്ടുള്ള ആദ്യത്തെ യോഗാസനത്തിന്റെ പേര് ഭദ്രാസനം. ഭദ്രാസനം. ബട്ടർഫ്ലൈ പോലെ. റെഡി? സ്റ്റേജിൽ വരെ നോക്കിക്കോളൂ. സ്റ്റെപ്പ് 1. രണ്ട് കാലും ക്ലോസ് ചെയ്യും. നേരെ കാലിനെ പത്തി പിടിക്കുക. ഫ്രണ്ട് പിടിക്കുക. രണ്ട് കാലിനെയും 10 വിരലുകൾ ചേർത്ത് പിടിക്കുക. ഹിപ്പ് റൗണ്ട് ലൂസ് ആക്കുക. സ്റ്റൊമക്ക് ലോവർ ക്ലോസ് ചെയ്യുക. നട്ടല് നിവർത്തി കണ്ണടക്കുക. ബ്രീത്ത്. പൂരകം. രേചകം. പൂരകം. രേചകം. ഇനി നിങ്ങളൊരു 5 റൗണ്ട് ശ്വാസം എടുത്തോളൂ. ഇത്രയുള്ളൂ ഈ ആസനത്തിന്റെ കാര്യങ്ങൾ. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. ശ്വാസം വിടുമ്പോൾ രണ്ട് കാലം മുന്നോട്ട് നിവർത്തും. നേരെ ഇരിക്കാം. ഇവിടെ നേരെ വജ്രാസനം. വലത് സ്റ്റേജിൽ നിങ്ങളോ 1. വലത് കാല് വലത് സൈഡിലൂടെ മടങ്ങും. ഉടനെ ഇടത് കാല് ഇടത് സൈഡിലൂടെ മടങ്ങും. രണ്ട് കാലിന്റെ ഹീലിലും പട്ടൊക്കെ വെച്ച് കറക്റ്റായിട്ട് നിവർന്നിരിക്കുക. രണ്ട് കൈയും കാലിന്റെ മുമ്പിൽ കമിഴ്ത്തി വെക്കുക. വയറിന്റെ ഭാഗം ഉള്ളിലേക്കും അതേപോലെ നമ്മുടെ നെഞ്ചിൻ കൂടെ ഉയർന്നും കണ്ണടച്ച് മുഖം ശാന്തമാക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ബ്രീത്ത്. പൂരകം. രേചകം. പൂരകം. രേചകം. 5 പ്രാവശ്യം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ബ്രീത്ത് ചെയ്യാം. സാധാരണ ഇത്രയുള്ള വജ്രാസനം. ഇനി എല്ലാവരും സ്റ്റേജിലേക്ക് ശ്രദ്ധിക്കുക. സ്റ്റേജിൽ എല്ലാവരും സൈഡ് വീടും 3 പേര് സൈഡ് വീടും. അർദ്ധ ഉത്രാസനം. ഒന്നോട് നോക്കിക്കൊള്ളുക. സംശയം. അർദ്ധ ഉത്രാസനം. രണ്ട് കൈയും ബാക്കിൽ സപ്പോർട്ട് ചെയ്യും. നിൽക്കൂ. രണ്ട് കൈ ഹിപ്പിൽ സപ്പോർട്ട് ചെയ്യും. ഇനി ശ്വാസം എടുക്കുമ്പോൾ നേരത്തെ നിന്ന് ചെയ്ത പോലെ ഹിപ്പ് ശ്വാസം കൊണ്ട് നെക്ക് ബാൻഡ് ചെയ്യും. പൂരകം. രേചകം. സ്റ്റൊമക്ക് സ്ലിം ആവണം. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണം. കം ബാക്ക്. ഇനി ശ്വാസം കൊണ്ട് തിരിച്ചു വരാം. ഒരു ഓപ്ഷനും കൂടിയുണ്ട്. കൈ വെച്ചുകൊണ്ട് ചെയ്യാം. ഉഷ്ട്രാസനം. ബാക്കിൽ കൈ ഹീല് വെച്ചുകൊണ്ട് ചെയ്യാം. സ്റ്റാർട്ട്. ഇതിലേത് നിങ്ങൾക്ക് ചെയ്യാം. 2 ഓപ്ഷനാണ്. ഒന്ന് അർദ്ധം, മറ്റത് ഉഷ്ട്രം. കണ്ടല്ലോ? ഇതിൽ ബോഡി വെയിറ്റ് കാലിന്റെ മുന്നിലാണ്. അങ്ങോട്ടും പോകാൻ. കം ബാക്ക്. സാധാരണ എല്ലാവരും കാലിന് മുന്നിൽ നിൽക്കും. ഇതിലേത് നിങ്ങൾക്ക് സ്വീകരിക്കാം. കൈ ബാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നോക്കുക. അത് ഞാൻ 2. ശ്വാസം എടുത്ത് പിന്നീട് ശ്വാസം കൊണ്ട് ബെൻഡ് ചെയ്യാം. സാവധാനം
സാധിക്കുന്ന കുട്ടികൾ കൈ വെച്ചിരുന്നു, അല്ലാത്തൊരു കൈ ഹിപ്പിൽ വെച്ചിരുന്നു. കൈയുടെ മുട്ട് ക്ലോസ് ചെയ്യും. റെഡി? ശ്വാസം എല്ലാവരും കൈ ബാക്കിൽ സപ്പോർട്ട് കൊടുക്കും. ആദ്യം സാധിക്കുന്നവരോ മറ്റേ കൈ വെച്ചിട്ടോ. ഇനി ശ്വാസം എടുക്കും. ശ്വാസത്തിന് ഫുൾ ബെൻഡ് ചെയ്യും. 1 2 3 4 5. കം ബാക്ക്. ഊരകം ബ്രീത്ത്. പുറത്തേക്ക് വിടും. രേചകം. ഇനി സാധാരണ. ഇനി ഇവിടെ നേരെ ശശാങ്കാസനം. കാലിന്റെ മുട്ടുകൾ 2 കാൽമുട്ടും ഒരടിയാണ് 1 feet ഡിസ്റ്റൻസ് മുട്ടുകൾ. വയറ് ആ തുടക്കിടയിൽ വരണം. നെഞ്ച് പുറത്തേക്ക് വരണം. നമ്മുടെ നെറ്റി നിലത്ത് മുട്ടിക്കണം. ഇതാണ് ശശാങ്കം. 2 കൈ ആദ്യം മുകളിലേക്ക്. ഊരകം. ഇങ്ങനെ മുന്നോട്ട് നമസ്കരിക്കണം. രേചകം. ബാക്ക് പൊങ്ങാതെ. വെരി ഗുഡ്. ശ്വാസം കംപ്ലീറ്റ് പുറത്ത്. ഊരകം. നേരെ നിവർത്തില്ല. അതേപോലെ. ഇനി കൈവശങ്ങളിലൂടെ രേചകം. പതുക്കെ കാലിന്റെ മുട്ടുകൾ വീണ്ടും നല്ല പോലെ അകറ്റണം. കാലിന്റെ മുട്ടുകൾ ഫുൾ 2.5 ഫീറ്റ് 2.5 അടി അകലം. ഊർദ്ധമണ്ഡൂകം സാധിക്കാത്തവർ അങ്ങനെ ഇരിക്കുന്നു. ഊർദ്ധമണ്ഡൂകം ഉയർന്ന തവള. 2 മുകളിലേക്ക് ഉയർത്തും. ക്രോസ് ചെയ്യും. എൽബോ ബെൻഡ്. 2 കൈപ്പത്തികളും ഷോൾഡർ ബോൺസിൽ പിടിക്കുക. നിങ്ങളുടെ താടി നിവർത്തിരിക്കും. കണ്ണടയ്ക്കും. ബ്രീത്ത് ശ്രദ്ധിക്കും. ഊർദ്ധമണ്ഡൂകം. കഴുത്ത് വേദനയോ ചുമൽ വേദനയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. തിരിച്ചു വരും. ഊരകം. നല്ല കൈ. രേചകം. കൈ പുറത്ത് വയ്ക്കുക. കൈ കാലുകൾ ചേർത്ത്. എന്നിട്ട് ഓരോ കാലുകളും നിവർത്തി വയ്ക്കും. വക്രാസനം. വക്രാസനം ശ്രദ്ധിക്കുക. നിങ്ങൾ 3 പേര് അങ്ങോട്ട് വക്രാസനം. ആദ്യം നമ്മുടെ വലതുകാലം മാത്രം അടക്കും. 1 പൂരകം. ഇതിന് പാൻറ്റായിട്ട് വലതു കൈ ബാക്കിൽ വരും. ഇവിടെ നോക്കാം. 2 സെയിം. ഏത് കാലം അടക്കിയോ അതേ കാലം ബാക്കിലേക്ക് വരും. അതേ കൈ ബാക്ക്. ഇനി നിങ്ങളെ ഇടത് കൈ ശ്വാസത്തിന് ഉള്ളിലേക്ക് വെക്കും. മടക്കി വെച്ച മുട്ടിനെ പുറത്തു കൂടെ ലോക്ക് ചെയ്യും. സ്റ്റേജിലേക്ക് നോക്കും. രേചകം. അവിടെ പുറത്തു കൂടെ കൈ കാൽമുട്ടിന്റെ ഇവിടെ നോക്കിക്കോ. കൈ പുറത്തു കൂടെ. ബാക്കിലേക്ക് നോക്കാം. പൂരകം. ഇതാണ് പൂർണ്ണമായിട്ടുള്ള വക്രാസനം. നേരെ പിന്നിലേക്ക് തിരിഞ്ഞ് ശ്വാസം വിടുക. നോർമൽ. കം ബാക്ക്. പൂരകം. ഇടത് കൈ പതുക്കെ ഡൗൺ ചെയ്യുക. ഇനി വലത് കൈ എടുക്കും. വലതുകാലം ഫുൾ രേചകത്തിലുള്ള. ഇതേപോലെ ഇടതുകാലം മടക്കും. ആദ്യം ഇടതുകാലം. 2 ഇടത് കൈ ബാക്കിലേക്ക് സപ്പോർട്ട് ചെയ്യും. 3 ഇടത് കൈ മുകളിലേക്ക് ഉയർത്തും. അല്ല വലത് കൈ ഉയർത്തും. വലത് കൈ ഓപ്പോസിറ്റ് കൈ രേചകം ലോക്ക് ചെയ്യും. എന്നിട്ട് നേരെ ഇടത് ഭാഗത്തിന്റെ പിന്നിലേക്ക് തിരിഞ്ഞിരിക്കും. ശ്വാസം പുറത്തുവിടും. കൈയോട് ലോക്ക് ചെയ്യും. കൈയോട് ലോക്ക് ചെയ്യും. ശ്വാസം എടുത്തുവിടും. പൂരകം. ഫ്രണ്ടിലേക്ക് കൈ ഉയർത്തി. വലത് കൈ ഉയർത്തിയിട്ട് മുന്നോട്ട് തിരിക്കാം. രേചകം. അടുത്ത പൂരകത്തിലെ ഇടത് കൈ രേചകത്തിൽ. ഓരോ സ്റ്റെപ്പിലും പ്രാണായാമം. യോഗാസനം എന്ന് പറഞ്ഞാൽ പ്രാണായാമം ചേർത്താണ്. പ്രാണായാമം ഇല്ലെങ്കിൽ ഇത് ഒരു വ്യായാമ പദ്ധതിയാണ്. നിങ്ങളുടെ കൈ പൊങ്ങണമെങ്കിലും പ്രാണൻ വേണം. കൈ താഴണമെങ്കിലും പ്രാണൻ വേണം. പ്രാണനോട് ചേർന്നാണ് ശരീരം, പ്രാണൻ, മനസ്സ്. ഇത് 3 ചേർന്നാൽ മാത്രമേ യോഗാസനമാവുള്ളൂ. അല്ലെങ്കിൽ ഒരു വ്യായാമ പദ്ധതി മാത്രമാണ്. ഓരോ ചലനത്തിലും പ്രാണനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് അകത്തേക്ക് പുറത്തേക്ക്. ഇങ്ങനെ ശ്വാസം എടുത്ത് ശ്വാസം തിരിയുന്നതോടുകൂടി നമ്മുടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഊർത്തുന്നു. ഇപ്പൊ ഒരു അളവ് 30 ആണെങ്കിൽ അതൊരു 28 വരണം. ചുരുങ്ങണം. എന്നിട്ട് നട്ടലിനെ തിരിക്കണം. ഒരു സ്ക്രൂ തിരിഞ്ഞതുപോലെ തിരിച്ചിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ശ്വാസം പ്രാണായാമം നാച്ചുറൽ ആയിട്ട് അഭിനയിച്ച് വന്നു പോയി. അങ്ങനെ നിങ്ങൾ 1 മിനിറ്റ് സമയം തിരിക്കും ഓരോ ആസനത്തിലും. അപ്പോഴാണ് അതിന്റെ മാറ്റങ്ങൾ നമ്മളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി നേരെ കമിഴ്ന്ന് കിടക്കും. തലങ്ങൾ എല്ലാവരും തലങ്ങൾ എല്ലാവരും ഇവിടെ നോക്കിക്കോളൂ. എല്ലാവരും തലയിലോട്ട് കാല് ബാക്കിൽ കമിഴ്ന്ന് കിടക്കും.
താഴെ നിലത്തിരിക്കും. മുഴുവൻ കാലം ക്ലോസ് ചെയ്യും. മുഴുവൻ കാലം ക്ലോസ് ചെയ്യും. യെസ്, സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നേരെ ഭുജംഗാസനം. സ്റ്റേജിലേക്ക് നോക്കും. ആദ്യം സ്റ്റേജിൽ നമ്മൾ കാണിക്കും. ഇതാണ് ഭുജംഗ കേട്ടോ. പൂരകം. എല്ലാവരും കൈ നിലത്ത് വയ്ക്കാം. കൂടുതൽ പൊക്കരുത്. വയറിന്റെ അടിഭാഗം നിലത്ത് നോക്കണം. വയറിന്റെ അടിഭാഗം നിലത്ത് വെച്ചുകൊണ്ടുള്ള ലിഫ്റ്റ് ആൻഡ് സ്ട്രെച്ച് കേട്ടോ. ശ്വാസം പതുക്കെ ഡൗൺ ചെയ്യും. ഞാൻ ഒപ്പം പറയാം. എല്ലാവരും ഡൗൺ ചെയ്യും. ഡൗൺ. എല്ലാവരും കിടക്കും. ഒപ്പം ചെയ്യാം. പൂരകം 1 2 3 4 5. രേചകം. ഇനി കൈ നേരെ തുടക്കടിയിൽ. കൈകൾ രണ്ട് തുടക്കടിയിൽ. താടി നിലത്ത്. ആരും ചെയ്യണ്ട. സ്റ്റേജിലേക്ക് മാത്രം നോക്കാം. ഒന്ന് കാണിച്ച് ശലഭാസനം കണ്ടോ. രണ്ട് കാലം ഒപ്പം ഉയർത്തും. ഡൗൺ ചെയ്യും. അധിക സമയം ഇരിക്കാൻ പറ്റില്ല. രണ്ട് കാലം ഒപ്പം. പൂരകം 1 2 3 4 5. രേചകം. ഇതെല്ലാവരും എന്നെ നോക്കാം. കൈ തന്നെ വയ്ക്കും. കൈ രണ്ട് ഷോൾഡറിൽ വെക്കാം. നിങ്ങളുടെ താടിയുടെ കൈയുടെ അടിച്ചിട്ട് വെക്കാം. കാല് രണ്ട് സൈഡിലേക്ക്. ഹീൽസ് ഉള്ളിലേക്ക്. നിങ്ങളുടെ രണ്ട് ടോസും പുറത്തേക്ക്. ഹീൽസ് ഉള്ളിലേക്ക്. ഇതാണ് മകരാസനം. കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള 3 യോഗാസനം മകരാസനം. അടുത്തത് സ്റ്റേജിലുള്ളവർ മാത്രം മലർന്നു കിടക്കും. സ്റ്റേജിലുള്ളവർ മാത്രം ഇവിടെ ശ്രദ്ധിക്കും. മലർന്നു കിടക്കും. റെഡി? ഇവിടെ ഒരാൾ മാത്രം കാണിക്കും. കൊണ്ടാ സേതുബന്ധനാസനം. സേതുബന്ധാസനം. ഹിപ്പ് ഷോൾഡർ പ്രസ് ഹിപ്പ് ലിഫ്റ്റ്. ഇതാണ് സ്കന്ദനാസനം എന്ന് പറയും. രണ്ടാമത്തെ ആസനം ഉദ്ദാനപാദാസനം. 45 ഡിഗ്രി. നെക്സ്റ്റ് അർദ്ധഹലാസനം. ഇത് കഴിഞ്ഞാൽ ഇത്രയും ആസനങ്ങളാണ് മലർന്നു കിടന്നുകൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, റിലാക്സ്. എല്ലാവരും മലർന്നു കിടക്കുക. കാല് കൈ ചേർത്ത് വെക്കുക. റെഡി? രണ്ട് കാലം ഒപ്പം മുട്ട് മടക്കുക. രണ്ട് കാലം ഒപ്പം മടക്കുക. ആംഗിൾസ് കൈകൊണ്ട് പിടിക്കുക. മുഴുവൻ ശ്വാസം പുറത്തു പോകും. ഷോൾഡർ പ്രസ് ചെയ്തു. ബ്രീത്ത് ആൻഡ് ഇൻഹേൽ വിത്ത് ഹിപ്പ് ലിഫ്റ്റ് ചെയ്യുക. ഇൻഹേൽ. പതുക്കെ ശ്വാസം എടുത്ത് 1 2 3 4 5. പതുക്കെ എക്സേൽ ഡൗൺ. പതുക്കെ ശ്വാസം എടുത്ത് ഡൗൺ ചെയ്യുക. ഇനി നിങ്ങൾ രണ്ട് കാലം നേരെ നിവർത്തുക. പൂരകം. കാല് കൈ ചേർത്ത് വെക്കും. രണ്ട് കാലം 45 ഡിഗ്രി പോകുക. ഇൻഹേൽ. പൂരകം 1 2 3 4 5. കംപ്ലീറ്റ് കാല് ഡൗൺ ചെയ്യും. മുഴുവൻ രണ്ട് കാലുകൾ നിലത്ത് വെച്ച് കിടക്കും. ഇത് ഉദ്ദാനപാദാസനം. ഇതൊക്കെ മയറിന് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത അർദ്ധഹലാസനം. രണ്ട് കാലം 90 ഡിഗ്രി. പൂരകം 1 2 3 4 5. ശ്വാസം വിട്ട് കാൽ കൊണ്ട് മടക്കും. പവനമുക്താസനം. രണ്ട് കൈ കൊണ്ട് മുട്ടിന് താഴെ ലോക്ക് ചെയ്യും. ഇനി ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. ശ്വാസം വിട്ട് താഴെ കാൽ കൊണ്ട് മുട്ടിക്കും. രേചകം 1 2 3 4 5. പതുക്കെ തിരിച്ചു വരും. ശ്വാസം എടുത്തുകൊണ്ട് കാല് മുകളിലേക്ക് വരുത്തും. പതുക്കെ കാലുകൾ താഴെ വരുന്നു. ശവാസനം. കംപ്ലീറ്റ് ബോഡി തളർത്തിയിടുക. പാദം മുതൽ ശിരസ് വരെ ബോഡി ലൂസാക്കിയിടും. 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 കണ്ണടച്ചുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ മസിൽ സിസ്റ്റവും എല്ലാ ജോയിന്റ് സിസ്റ്റവും കാണുക. ലൂസാക്കുക. 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 സാവധാനം കാലുകളും കൈകളും കൂട്ടിച്ചേർക്കുക. എല്ലാവരും വലതു ഭാഗത്തേക്ക് ചെരിയും. എന്നിട്ട് എണീക്കും. വലത്തോട്ട് ചെരിയിട്ട് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ കൃത്യമായിട്ട് നിവർന്നിരിക്കും. നിവർന്നിരിക്കും. കൈ രണ്ടും ചിന്മുദ്രയിൽ എടുക്കുക. ഒരു ദീർഘശ്വാസം. പൂരകം രേചകം. ഞാൻ
വൺ എന്ന് പറയുമ്പോൾ ഒരു ശ്വാസം പുറത്തേക്ക് ഇടാം. ഒറ്റ ശ്വാസം. 1 2 3 4 5 6 7 8 9 10. സ്റ്റോപ്പ്. ഇതൊരു 30 പ്രാവശ്യം ചെയ്യണം. അത്രയും സമയം വിശ്രമിക്കണം. വീണ്ടും 30 പ്രാവശ്യം ചെയ്യാം. അതിൽ 3 റൗണ്ട് ഡെയിലി ചെയ്യാം. ഇതിന്റെ പേരാണ് കപാലഭാതി ശുദ്ധിക്രിയ, രക്തശുദ്ധീകരണം. കപാലം തലയോട്ടി, ഭാതി തിളക്കമുള്ളത്. തലയോട്ടിയെ തിളക്കമുള്ളതാക്കുന്നത് കപാലഭാതി ശുദ്ധിക്രിയ. ഇനി നിങ്ങളുടെ വലത് കൈ ഇങ്ങനെ, വലത് കൈ ഇങ്ങനെ, വലത് കൈയുടെ ചൂണ്ടുവിരൽ മടക്കും, നടുവിരൽ മടക്കും, തള്ളവിരലും മോതിരവിരലും മാത്രം. വലത് നിന്ന് കഴിക്കുന്നത് കൈ കേട്ടോ. ഇടത് കൈ ചെയ്യുമ്പോൾ ഇനി എല്ലാവരും പെരുവിരൽ കൊണ്ട് വലത് മുട്ടടയ്ക്കും. വലത് സൈഡിലുള്ള മുട്ട് വലത് പെരുവിരൽ കൊണ്ട് മാറില്ല. ഇനി ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കും. ഊരകം മോതിരവിരലുകൊണ്ട് അതിനെ അടയ്ക്കും. എന്നിട്ട് വലത് മൂക്ക് തുറന്ന് ശ്വാസം പുറത്തേക്ക് പോകും. ഇനി വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കും. പെരുവിരൽ കൊണ്ട് അടയ്ക്കും. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് പോകും. വീണ്ടും ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കാം. മോതിരവിരൽ കൊണ്ട് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ തുറന്ന് പുറത്തേക്ക് പോകും. വീണ്ടും വലത് മൂക്കിലൂടെ എടുക്കുക, അടയ്ക്കുക, ഇടത് മൂക്കിലൂടെ പുറത്തേക്ക് പോകും. 2 കൈകളും ചെന്മുദ്രയിലിരിക്കുക. നാഡീശുദ്ധി പ്രാണായാമം 6 മിനിറ്റ് സമയം ഇത് ചെയ്യണം. ഡെയിലി 6 മിനിറ്റ് സമയം 2 ഭാഗം ആ ബ്രീതിങ് സർക്കുലർ 2 ഭാഗം സുഖമായിട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. കപാലഭാതി ഒരു പ്രാണായാമം, ഞാൻ ചെയ്ത ആസനങ്ങൾ. ഇതിനോട് തെറ്റാതെ ദിവസമായിട്ട് ചെയ്യണം. അടുത്തതായി ഇതിനോടനുബന്ധിച്ചുള്ള ധ്യാനം നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബ്രഹ്മകുമാരി മീനാ സിസ്റ്ററെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു. നന്ദി വിജയകുമാരൻ സർ. അടുത്തതായി ധ്യാനവും യോഗയും മനസ്സിനെ സശക്തമാക്കുകയും ശരീരത്തെ നിരോഗിയാക്കുകയും ചെയ്യുന്നു. അടുക്കും ചിട്ടയുമുള്ള വ്യവസ്ഥയുള്ള ജീവിതം പ്രദാനം ചെയ്യുന്നു. നമുക്കേവർക്കും ധ്യാനം അഭ്യസിപ്പിക്കുവാനായി പാലക്കാട് മലപ്പുറം ബ്രഹ്മകുമാരി ശാഖകളുടെ സഞ്ചാരികയായ ബ്രഹ്മകുമാരി മീനാക്ഷി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ധ്യാനത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. ആദ്യം നമുക്ക് ആത്മാനുഭൂതി ചെയ്യാം. അതിനുശേഷം പരമാത്മാനുഭൂതി. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള യോഗം, അതാണ് സർവശ്രേഷ്ഠ യോഗം, രാജയോഗം. നമുക്ക് രാജയോഗത്തിൻ്റെ അനുഭൂതി ചെയ്യാം. ചെറുമുദ്രയിലിരിക്കുക. സുഖാസനം. നിങ്ങളുടെ ഏകാസനത്തിലാണോ വളരെ റിലാക്സ്ഡ് ആയിരിക്കാൻ കഴിയുന്നത് ശാരീരികമായി. അതായത് മനസ്സിൻ്റെ ടെൻഷൻ ശരീരത്തിൻ്റെ വേദനകളിലേക്ക് പോകരുത്. അത്ര റിലാക്സ്ഡ് ആയിട്ട്, പക്ഷെ അല്ലാണ്ടായിട്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. മനസ്സുകൊണ്ടുള്ള യാത്രയാണ്, സങ്കല്പത്തിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരുടെയും മനസ്സിലൂടെ ഈ സങ്കല്പം, ശ്രേഷ്ഠ സങ്കല്പങ്ങൾ സമർപ്പിക്കാം. നിങ്ങൾ മനസ്സുകൊണ്ട് ആ സങ്കല്പങ്ങൾ രചിക്കുക. ബുദ്ധിയാകുന്ന കണ്ണിൽ വിഷ്വലൈസ് ചെയ്യുക.
ആരെങ്കിലും കാണുക, അനുഭൂതിയിലേക്ക് മുങ്ങുക, മുഴുകുക. ശ്വാസത്തെ നിരീക്ഷിക്കുക. Feel your wishes. ഇനി സ്വന്തം ശരീരത്തെ ശിരസ് മുതൽ ബുദ്ധിയാകുന്ന കണ്ണിൽ വിഷ്വലൈസ് ചെയ്യും. ആ രംഗങ്ങൾ കാണുക, അനുഭൂതിയിലേക്ക് മുങ്ങുക, മുഴുകുക. ശ്വാസത്തെ നിരീക്ഷിക്കുക. Feel your wishes. ഈ സ്വന്തം ശരീരത്തെ ശിരസ് മുതൽ പാദം വരെ പല കണ്ണുകൊണ്ട് കാണും. ധ്യാനത്തിനായി ധ്യാനിക്കുകയാണ്. ഈ ശാന്തിയാണ് സമ്പൂർണ്ണ വിശ്രമാവസ്ഥയിലാണ്. ഈ ശ്രദ്ധയെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന വിചാരങ്ങളിലൂടെ യാത്രയാണ്. ശ്രദ്ധ പതുക്കെ പതുക്കെ മുഖത്തിലേക്ക്, ഇരുവിരലുകളുടെ മധ്യത്തിലേക്ക് മസ്തിഷ്കത്തിലേക്ക് നിലാവിൻ ഭൂമിയിൽ പ്രകാശിക്കുന്ന ആത്മീയ തേജസ്സിലേക്ക് കേന്ദ്രീകരിക്കാം. ഞാൻ ആത്മചൈതന്യമാണ്. നക്ഷത്രഭൂമിയിൽ തിളങ്ങുന്ന ആത്മീയ ഊർജ്ജം കഴിക്കുക. ഞാനൊരു മറ്റ് സ്വരൂപമാണ്.
ചൈതന്യശക്തിയായ ഞാൻ ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്ത് നിന്നും പുറത്തേക്ക് മുകളിലേക്ക് ബോധപൂർവമായ യാത്ര നടത്തുകയാണ്. ഭൂമി, അന്തരീക്ഷം, ആകാശതത്വത്തിന് മുകളിൽ സൗരയുധത്തിന് മുകളിൽ സമ്പൂർണ്ണ നിശബ്ദമായ നിർമ്മാണധാന്യങ്ങൾ ചൈതന്യ സമ്പന്നങ്ങളായ മസ്തിഷ്കത്തിൽ നിന്ന് അലകളായി ശരീരമാസകലം അരച്ചരിച്ചിറങ്ങി ശിരസ്സുണ്ട് പാദം വരെ ശാന്തിയുടെ ശീതളമായ ഊർജ്ജം പ്രവഹിക്കുകയാണ്. ഞാനൊരു ലൈറ്റ് മറ്റ് സ്വരൂപമാണ്. ചൈതന്യശക്തിയായ ഞാൻ ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്ത് നിന്നും പുറത്തേക്ക് മുകളിലേക്ക് ബോധപൂർവമായ യാത്ര നടത്തുകയാണ്. ഭൂമി, നിശബ്ദമായി നിർവാണധാം സൈലൻസ്, സ്വീറ്റ് സൈലൻസ്. ഞാനും ഒരു വെളിച്ചം, സമ്പൂർണ്ണ നിശബ്ദത. Golden jet light. പരിപൂർണ്ണ ശാന്തി.
Tower of silence. ശാന്തിയുടെ കടലായ പരമ്പര പരമസ്രോതസ് എനിക്ക് അച്ഛനുമാമയും സർവസ്വമായി ആ പരമപ്രകാശം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ മാതാപിതാവിൻ്റെ അടുത്തായിട്ട് ആ ശാന്തിയുടെ കടലിൽ മുങ്ങുകയാണ് ഞാൻ. പ്രകാശകിരണങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ. സർവശക്തിവാൻ പരമ്പൊരുളിൽ നിന്നൊഴുകുന്ന പരമമായ ശക്തി മനസ്സിന് നൽകുന്ന ഊർജ്ജം ബാറ്ററി ചാർജാകുമ്പോൾ എൻ്റെ ഉള്ളിൽ അപാരമായ മനക്കരുത്ത് മനോബലം സർവശക്തിയുടെ ആയിരം കരങ്ങളാൽ വലയം ചെയ്യപ്പെടുകയാണ് ഞാൻ. പരമമായ സ്രോതസ്സിൽ നിന്നൊഴുകി സമസ്ത വിശ്വത്തിലേക്ക് നിറയുകയാണ്. ശാന്തരാകട്ടെ. സർവ്വരും സുരക്ഷിതരായിരിക്കട്ടെ. പരമാനന്ദ ചെയ്യും